ഹലോ, നാളെ ദേശീയ പണിമുടക്കായതിനെക്കൊണ്ട് തന്നെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കുറച്ചങ്ങോട്ട് ക്യാനിലും വാങ്ങിയിട്ട് ഞങ്ങൾ വയനാട് കയറി. പോയി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ചായപ്പീടിലൊക്കെ കയറി. വയറിനെ സമാധാനിപ്പിച്ചിട്ടില്ലെങ്കിലും മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. തുടക്കം തന്നെ ഗംഭീരാക്കിക്കൊണ്ട് ബ്രെഡ് പോക്കറ്റും കഴിച്ചതിൻ്റെ സമാധാനത്തിൽ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങൾ എപ്പോൾ വയനാട് കയറുകയാണെങ്കിലും അടിവാരത്തുള്ള ഈ പള്ളിയിൽ നേർച്ചിട്ടിട്ടാണ് കയറല്. അപകടമൊന്നുമില്ലാതെ തിരിച്ചെത്താൻ വേണ്ടി വയനാട് കയറുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഈ പള്ളിയിൽ നേർച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. 2 മണിയായി ഗൈസ്, 2 മണിയായി. നമ്മളിത് അവിടെ ഇപ്പൊ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 മണി ആയാലും ചുരത്തിലെ ബ്ലോക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും ഗൈസ്. ഇത്രയും വലിയ വണ്ടി വളച്ചതിൻ്റെ ബ്ലോക്കാട്ടോ ഈ കാണുന്നത്. എന്നാലും ഇത്രയും വലിയ വണ്ടി ഈ വളവ് കൂടെയൊക്കെ വളച്ച് വരുന്ന ഡ്രൈവർമാരെ സമ്മതിക്കണ്ടേ. ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചെടുത്ത കരിന്തണ്ടൻ്റെ കഥയും പറഞ്ഞു വന്നപ്പോൾ തന്നെ മനസ്സിൻ്റെ പിടിവിട്ട്. പിന്നെ ഒന്നിനും പറ്റുന്നില്ല. മുന്നോട്ട് നോക്കിയപ്പോൾ മുന്നിലും അളിഞ്ഞ്, ബാക്കോട്ട് നോക്കിയപ്പോൾ കൂരിട്ട്. ബാക്കിൽ നിന്ന് ആരെങ്കിലും എന്നെ പിടിച്ചോണ്ടോ പിടിച്ചിട്ട് സച്ചുവിനെ മുറുക്ക പിടിച്ചിട്ടാണ് ഞാനിരുന്നത്. ഒന്നാലോചിച്ച് നോക്കി, ഈ ഒരു ഇട്ടത്തിൽ കൂടെ പോകുന്ന വഴിക്ക് മുന്നിൽ വല്ല വെള്ളം നേലോ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. നമ്മളിതാ ലാസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതേപോലെ മറ്റേ സംഭവമൊക്കെ ആയിട്ട് ജോളി അടിക്കാൻ വന്നാന്ന് തോന്നുന്നു. നോക്ക്, കൂരിരുട്ടാ. എവിടെ ഒരൊറ്റ വെളിച്ചമില്ല. വണ്ടികളിൽ നിന്ന് വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ വണ്ടികളൊക്കെ, അതോ ലൈറ്റുകളൊക്കെ വെളിച്ചാ. ഏതൊരു ബുദ്ധിമാനും ചില അബദ്ധങ്ങളൊക്കെ പറ്റൂ. വെൽക്കം ടു വയനാട്, നൈസ് ടു മീറ്റ് യു. സമയം ഇപ്പോൾ ഗായ്സ് 2:45. എന്താ അവിടെ